എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചു നേരം ഭർത്താവ് പറയുന്നത് കേൾക്കുക, കുറച്ചു നേരം ഭാര്യ പറയുന്നത് കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് അത്. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പം ഭർത്താവ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 സെന്റൻസ് സംസാരിക്കുമ്പോൾ പിന്നെ ഭാര്യ ആയിരിക്കും അത് 28 മിനിറ്റ് സംസാരിക്കുന്നത്. തെറ്റാണ്. ഇവിടെ രണ്ടിടത്തും പ്രോബ്ലം ഉണ്ട്. രണ്ടുപേരും മാറി മാറി നിന്നതുകൊണ്ട് അകന്നകന്നകന്നകന്ന് പോയി. അവർ തമ്മിലൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. ഇവിടെ ബന്ധം തകരുന്നത് വലിയ തർക്കങ്ങൾ കൊണ്ടല്ല. ഒരേ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ പരസ്പരം മനസ്സ് തമ്മിൽ ബന്ധമില്ല. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല. ഇങ്ങനെ സംഭവിക്കുന്ന കുടുംബങ്ങൾ ധാരാളം നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള കുടുംബം നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. കാരണം ഇവിടെ മനസ്സും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ച് പറയുകയാണ്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അറിയിക്കുക. കാരണം ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് എഴുതാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ പല ആളുകൾക്കും തോന്നാം. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഫീലിംഗ് ഉള്ള ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള ഒരു മടി. ഇത് പല ആളുകൾക്കും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ബന്ധം പതുക്കെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമല്ല, ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങുന്നതാണ്. ഒരു ദിവസം ചിലപ്പം നിങ്ങളോട് പറയാതെ വേറൊരു കാര്യം ചെയ്തത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ചിലപ്പോൾ നിങ്ങളെ വിളിക്കാതെ ഒരു കാര്യം ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. ഇങ്ങനെയുള്ള ചെറിയ മൗനങ്ങൾ, ചെറിയ അവഗണനകൾ എല്ലാം വേദനകളായിട്ട് മാറി ഒരു മതിൽ നിങ്ങളുടെ മുന്നിൽ നമ്മൾ പണിയും. ആ മതിലിന് അപ്പുറത്തായിരിക്കും നിങ്ങൾ, അതിൻ്റെ അപ്പുറത്തായിരിക്കും മറ്റേ വ്യക്തി. അപ്പോൾ നമ്മൾ സംസാരിക്കില്ല. സ്നേഹം കുറഞ്ഞു പോവുകയാണ്. ബന്ധത്തിൽ വിള്ളലുണ്ടാവും. ചിലപ്പം അച്ഛനും മകനും തമ്മിലാവാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലാവാം, പലയിടത്തുനിന്നുണ്ടാവും. ഞാനൊരു കഥ പറയാം. ജോസഫ് ഒരു നല്ലൊരു വ്യക്തിയാണ്. കുടുംബമുണ്ട്, ജോലിയുണ്ട്, എല്ലാം നല്ലോണം ചെയ്യുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണ് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല, ശരിയെന്ന് മാത്രം പറയും. കുട്ടി കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ബിസിയാണെന്ന് പറയും. അങ്ങനെയുള്ള വ്യക്തിക്ക് ശരിക്കും വൈഫുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? വൈഫ് പതുക്കെ അകന്നകന്ന് പോകും. കാരണം അവരുടെ ഇമോഷൻ അവിടെ ഇവരുമായിട്ട് സിങ്ക് ആവുന്നില്ല. അതേ സമയത്ത് എന്തുകൊണ്ടാണ് ജോസഫ് അങ്ങനെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫ് പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഭാര്യയോട് പറഞ്ഞാൽ ഉടനെ വളരെ ശക്തമായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യും. നീ ആരാ എന്നെ കറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളാരാ എന്നെ കറക്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഭാര്യ ഷൗട്ട് ചെയ്യും. അതുപോലെ തന്നെ കുടുംബം, അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ കുറ്റം പറയും. അച്ഛനും അമ്മയും ബ്രദേഴ്സിനെയൊക്കെ കുറ്റം പറയും. വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ജോസഫ് ഇങ്ങനെ മാറിയത്. ഇവിടെ രണ്ടിടത്തും പ്രോബ്ലം ഉണ്ട്. രണ്ടുപേരും മാറി നിന്നതുകൊണ്ട് അകന്നകന്നകന്ന് പോയി. അവർ തമ്മിലൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. ഇവിടെ ബന്ധം തകരുന്നത് വലിയ തർക്കങ്ങൾ കൊണ്ടല്ല, സംസാരിക്കാത്തത് കൊണ്ടും അതുപോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൗനം എന്നുള്ളതാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്തില്ല. വേദനിച്ച സമയത്ത് അവർ സംസാരിച്ചില്ല. അതാണ് വലിയ പ്രോബ്ലം. അവൻ തന്നെ സംസാരിക്കട്ടെ, അല്ല അവൻ എന്നെ മനസ്സിലാക്കട്ടെ എന്ന് അവനും വിചാരിച്ചു, ഇവൾ എന്നെ മനസ്സിലാക്കട്ടെ എന്ന് ഇവനും വിചാരിച്ചു. ഓക്കെ, അപ്പം പ്രശ്നം വലുതായി വന്നു. സംസാരിക്കാതെ ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വളർത്തുന്ന ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈഗോ ആണ്. അതായത് ഇവനാരാ എന്നെ കൺട്രോൾ ചെയ്യാൻ, ഇവനാരാ എൻ്റെ കാര്യങ്ങൾ പറയാൻ, ഞാൻ എന്ത് കഴിക്കണമെന്ന് ഇവനെന്തിനാ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇവനെന്തിനാ പറയുന്നതെന്ന് ഭാര്യയ്ക്ക് തോന്നാം. അതേപോലെ തിരിച്ച് ഭർത്താവിനും തോന്നാം. ഇവിടെ ജയിക്കാനായിട്ടല്ല നമ്മൾ ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കുന്നത്. നമ്മൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ബന്ധമാണ്, നമ്മുടെ കുടുംബമാണ് എന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പ്രതീക്ഷകളാണ്. അതായത് അവൾ ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് നടക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സംസാരിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അസൂയയാണ്, കുശുമ്പാണ്. അപ്പോൾ അത് കാരണം കുറ്റം പറയും, ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കും. അതും ഹസ്ബൻഡിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു പ്രോബ്ലം അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ യൂസ് തന്നെയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് ഇൻവോൾവ് ആണ്. അപ്പോൾ സമയം കൊടുക്കുന്നില്ല. അപ്പോൾ അതും ബന്ധം പതുക്കെ തകർക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓക്കെ അവൾക്കിതൊന്നും പ്രശ്നമില്ല, നമ്മളിങ്ങനെ സംസാരിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അവർ സ്ട്രോങ് ആണെന്ന് നമ്മൾ ചിന്തിക്കും. ഇതൊന്നും കാര്യമില്ല എന്ന രീതിയിൽ പറയും. അതൊരിക്കലും അല്ല. ഇവർക്ക് ശരിക്കും ഇവരുടെ മനസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വീട്ടിനകത്തുള്ള ആളുകൾ മനസ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് വലിയ വിള്ളലുകളാണ് ഭാവിയിൽ ഉണ്ടാക്കുന്നത്. കുട്ടികളും ഇതാണ് കണ്ട് പഠിക്കുന്നത്. അമ്മയും അച്ഛനും സംസാരിക്കുന്നില്ല, വീട് സൈലൻ്റാണ്, അവർ സംസാരിക്കുമ്പോൾ വഴക്കുണ്ടാക്കുകയാണ്. അങ്ങനെ കുട്ടിയുടെ റിലേഷൻഷിപ്പിന് ഇത് ഭാവിയിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടി പഠിക്കുന്നത് തന്നെയാണ്. ഭാര്യയായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതാണ് കുട്ടിയും പഠിക്കുന്നത്. അപ്പോൾ അതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ഇതെല്ലാം ഇങ്ങനെ
ആഡ് ചെയ്ത് വലിയ പ്രോബ്ലമായിട്ട് മാറാം. അപ്പം എനിക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതി വയ്ക്കുക, എന്നിട്ട് ഓരോ ചെക്ക് ബോക്സുകൾ ടിക്ക് ചെയ്യുക, ഓരോന്നും ചെയ്യുക. ആദ്യത്തെ മൂവ് നമ്മുടെ സൈഡിൽ നിന്നായിരിക്കണം. ഭർത്താവോ ഭാര്യയായിട്ട് തീരുമാനിക്കുക, നിങ്ങൾ തന്നെ തുടങ്ങുക. കാരണം ബന്ധം രക്ഷിക്കേണ്ടത് ഒരു ദുർബലതയല്ല, അതൊരു ധൈര്യമാണ്. നമ്മൾ തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുക, നമ്മൾ തന്നെ സംസാരിച്ചു തുടങ്ങുക. രണ്ടാമത്, സത്യസന്ധത ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കള്ളം പറയരുത്, അതുപോലെ കുറ്റപ്പെടുത്തരുത്. നീ ഇങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയരുത്. അതിന് പകരം എനിക്കിങ്ങനെ തോന്നുന്നു, എനിക്ക് ഇത് മിസ് ചെയ്തു, എനിക്കിത് വിഷമമായി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അടുത്തത്, ഒരു 30 മിനിറ്റെങ്കിലും ദിവസവും നിങ്ങൾ അവരുമായിട്ട് ഫോണൊക്കെ മാറ്റിവെച്ച് സംസാരിക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക, അതുപോലെ നല്ല കാര്യങ്ങൾ പറയുക. ഇത് ജീവിതം മാറ്റുന്ന ഒരു സീക്രട്ട് ടെക്നിക്കാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. അതും നല്ലൊരു മെത്തേഡാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുക. നീ അത് നല്ലതായിട്ട് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്ക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബന്ധത്തിൻ്റെ ഒരു മരുന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എഫക്റ്റീവാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൈലന്റ് പണിഷ്മെന്റ് ഒരു കാരണവശാലും കൊടുക്കരുത്. നമുക്കൊരു കാര്യം വിഷമം ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാതെയൊക്കെ ഇരിക്കാം. അത് കൂടുതൽ നേരം ആയാൽ ബന്ധം തകരും. ഒരു കാരണവശാലും കൂടുതൽ ടൈം കൊണ്ടുപോകരുത്. ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു പോവുക. പുറത്തു പോയി സിനിമയ്ക്ക് പോവാം, പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, ടൈം സ്പെൻഡ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം. മനസ്സും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതി വെക്കുക. ആ ചെക്ക് ലിസ്റ്റുകൾ ഓരോ ദിവസവും ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റുകൾ എഴുതി വെച്ച് ടിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ വലിയ മാറ്റം പല കുടുംബങ്ങളും ഉണ്ടാവും. എനിക്ക് ധാരാളം കൗൺസിലിംഗ് സ്ഥിരമായിട്ട് എനിക്ക് വരാറുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ഇതൊക്കെയാണ് മെത്തേഡുകൾ. അതൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായ ധാരാളം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പല ടെക്നിക്സുകളും എൻ്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ പാരൻറ്റിങ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാം, നമ്മുടെ മടി മാറ്റാമെന്നുള്ള ബുക്കും കംപ്ലീറ്റ് ചെയ്തു. ഇനി ആക്ച്വലി എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം ഈ ഒരു കുടുംബ ബന്ധത്തിനെ കുറിച്ച് എഴുതണമെന്നാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചിരിക്കുക. അപ്പോൾ ബുക്ക് റെഡിയാവുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാം. അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് ടെക്നിക്സുകളും ടിപ്സുകളും ഞാൻ നിങ്ങളോട് പറയാം. അത് ഉറപ്പായിട്ടും നല്ലതാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അറിയിക്കുക എന്നെ. ഓക്കെ. ഇനി വ്യായാമമൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇപ്പോൾ ഭർത്താവിനൊരു ഇഷ്ടമുണ്ട്, അത് ഭാര്യയ്ക്ക് വലിയ പ്രശ്നമല്ല, അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഭർത്താവിനൊരു ഷോ കാണാനായിട്ട് പോകണം, ഭാര്യ പറയാം ഓക്കെ നമുക്ക് പോകാം എന്ന് പറയാം. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടമായിരിക്കില്ല, പക്ഷെ കുഴപ്പമില്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം. കൂടെ പോയി ഇരുന്ന് ചെയ്യാം. കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്രെയിനും തമ്മിൽ സിങ്കിങ് കൂടും. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ ഇവളുടെ ഇഷ്ടമായിട്ട് മാറും, ഇവളുടെ ഇഷ്ടം അവളുടെ ഇഷ്ടമായിട്ട് മാറും. എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഞാനത് പഠിച്ചത്. കാരണം വൈഫിന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് പതുക്കെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അൺനെസസറി ആയിട്ട് നമ്മുടെ ഇമോഷൻസ് പറയരുത്. നമ്മൾ ഒത്തിരി വിഷമം ഉണ്ടാകുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുടുംബത്തിനെ കുറ്റം പറയുക, അതുപോലെ തന്നെ അവനെ വളരെ ഒരു പേരൊക്കെ ഇട്ട് വിളിക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് മുറിവുണ്ടാക്കും. അതായത് മനസ്സിലൊരു മുറിവ്, വളരെ ഡീപ്പായിട്ടുള്ള മുറിവുണ്ടാവും. നമ്മുടെ കണ്ണാടിക്കകത്ത് ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും പഴയതുപോലെ ആക്കാൻ പറ്റില്ല. ആ കണക്ഷൻ നഷ്ടപ്പെടും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ നമ്മളെല്ലാത്തിനും ഇപ്പോൾ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ അസൂയ ഉണ്ടായി കുറ്റം പറയുക, അവനും അവളുമായിട്ടുള്ള കഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുക, ബഹളം വയ്ക്കുക, അതൊക്കെ അമിതമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ലിമിറ്റ് വരെയൊക്കെ ഓക്കെയാണ്. അതിന് കൂടുതലാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഹങ്കാരമായിട്ടുള്ളൊരു മതിൽ നമ്മൾ തകർക്കണം. ഇവിടെ കുടുംബമാണ്. കുടുംബത്തിൽ നമുക്ക് അഹങ്കാരത്തിന് ഒരു പ്രാധാന്യമില്ല. ആദ്യം അവൻ വരണം അല്ലെങ്കിൽ ആദ്യം അവൾ വരണം എന്നുള്ള ഒരു ചിന്തയെ പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ആ മതിൽ തകർക്കണം. തകർത്താൽ മാത്രമേ കുടുംബത്തിൻ്റെ അകത്ത് ബന്ധം ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഒരു അച്ഛനും അമ്മയും ആവാം, ഒരു അമ്മായിയമ്മയും അതുപോലെ ഒരു മോളും ആവാം, എന്തും ആയിക്കോട്ടെ. ആ ഒരു ഡിസ്കണക്ഷൻ ഒഴിവാക്കണം. നിങ്ങൾ തമ്മിലുള്ള കോമൺ ഫാക്ടേഴ്സ് സംസാരിച്ച് അതിനൊരു കാര്യം ഉണ്ടാക്കണം. അപ്പം ഭർത്താവിന് ചിലപ്പോൾ ഇഷ്ടമുള്ള ഒരു കളിയായിരിക്കും, അത് ഭാര്യയെ പഠിപ്പിച്ചു കൊടുത്ത് ഭാര്യയുമായിട്ട് കളിച്ചു തുടങ്ങുക. അതുപോലെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും, അത് ഭർത്താവിനെ പതുക്കെ ഒറ്റയടിക്ക് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാതെ പതുക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുവരിക. അപ്പം ഇതാണ് ശരിക്കും ജീവിതം. ശരിക്കും നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പുരുഷനാണ്. അവർ നമ്മൾ ജീവിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ചിന്തിക്കുന്നതാണ്, വളരെ ലേറ്റായി പോയി, ഇനി എനിക്കത് ശരിയാക്കാൻ പറ്റില്ല എന്ന് പല ആളുകളും ചിന്തിക്കാം. ബന്ധം തകരുന്നത് പതുക്കെയാണെങ്കിൽ, പക്ഷെ അത് തിരികെ കൊണ്ടുവരാൻ നമുക്ക് പതുക്കെ സാധിക്കുമെന്നുള്ളതാണ്.
അതായത് പതുക്കെ പതുക്കെയാണ് അത് തകർന്നത്. ഒറ്റയടിക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് സ്റ്റേജിലായാലും നമുക്കത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രത്യേകിച്ചൊരു റൂളല്ല. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കണം. ആ തെറ്റുകൾ മനസ്സിലാവാതെ ഒരിക്കലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ആരോടാണ് അകലം പാലിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ഈഗോ കാണിക്കുന്നത്? ഞാൻ എന്താണ് അവിടെ സംഭവിച്ചത്? കുറ്റം എൻ്റെ സൈഡിൽ ഇല്ലേ എന്നുള്ള ചിന്തിക്കണം. പ്രശ്നമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയാതെ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ തന്നെയാണ്. വേറെ ആരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മൾ തന്നെയാണ് മാറേണ്ടത്. രണ്ടാമത്, ഈഗോ, അഹങ്കാരം, അതുപോലുള്ള അസൂയ പോലുള്ള സാധനങ്ങൾ മാറ്റിവെക്കണം. ഓക്കെ, അത് മാറ്റിവെക്കാതെ ഒരിക്കലും നമ്മൾ കുടുംബ ബന്ധത്തിൽ ഒരു നല്ല ഒരു ബന്ധം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കരുത്. ചെറിയ ഈഗോളൊക്കെ വിടുക. നിങ്ങൾ പുറത്തെങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ സ്നേഹം മാത്രമാണ് അവിടെ വേണ്ടത്. ഓക്കെ, ആദ്യം അവൻ വരണം, ആദ്യം അവൻ സംസാരിക്കണം, അങ്ങനൊന്നുമല്ല. അത് ചെയ്തു കൊടുത്താലേ ഞാനിത് ചെയ്യുള്ളൂ, അങ്ങനല്ല. ബന്ധം ജയിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കണം. ചിലപ്പം ഒരു ദിവസം നിങ്ങളായിരിക്കും 90% കാര്യങ്ങളും ചെയ്യുന്നത്. ചെറിയ ചെറിയ തുടക്കം ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ സംഭാഷണങ്ങളൊന്നും വേണ്ട. സുഖമാണോ, ചായ വേണോ, അല്ലെങ്കിൽ ഫുഡ് വേണോ, ഒരു മെസ്സേജ് കൊടുത്താൽ പോലും മതി. പക്ഷേ ചെറിയ കണക്ഷൻസ് ഉണ്ടാക്കുക. നമ്മൾ തുടക്കം ചെറുതാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ഒരു സംസാരശീലി ഉണ്ടാക്കിയെടുക്കണം. കുറ്റപ്പെടുത്തലുകൾ, മുറിവേൽക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക. അത് കുടുംബബന്ധം പൊട്ടിക്കും. ഓക്കെ, അപ്പം എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായെന്ന് പറയാം, പക്ഷേ ഒരു പേരെടുത്ത് വിളിക്കുക, സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇഡിയറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ മോശമായിട്ട് അവരെ ഹെർട്ടാവുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഒരു കാരണവശാൽ അത് ഉപയോഗിക്കരുത്. നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കരുത്. ചിന്തിച്ച് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ, നടന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഓവറായിട്ട് പ്രോബ്ലംസ് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്, അതും പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേൾക്കുന്നത് ഒരു വലിയൊരു കാര്യമാണ്, സ്നേഹത്തിൻ്റെ രൂപമാണ്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കാതെ കുറച്ചു നേരം ഭർത്താവ് പറയുന്നത് കേൾക്കുക, കുറച്ചു നേരം ഭാര്യ പറയുന്നത് കേൾക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോൾ ഭർത്താവ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 സെൻറ്റൻസ് സംസാരിക്കുമ്പോൾ പിന്നെ ഭാര്യ ആയിരിക്കുമ്പോൾ അത് 28 മിനിറ്റ് സംസാരിക്കും. തെറ്റാണ്. സംസാരിക്കുമ്പോൾ മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ബന്ധമാണ്. ഓക്കെ, അപ്പോൾ ധാരാളം ടിപ്സുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ഇത് പാർട്ട് 1 ആയിട്ട് എടുത്താൽ മതി. പാർട്ട് 2 ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.